നമസ്കാരം. ഈ വർഷം ഇന്ത്യൻ വിപണി കണ്ട ഏറ്റവും വലിയ കാർ ലോഞ്ചുകളിൽ ഒന്നായിരുന്നു ടാറ്റ കർവിൻ്റേത്. ഓഗസ്റ്റിൽ ഇതിൻ്റെ ഇലക്ട്രിക് പതിപ്പും തൊട്ടടുത്ത മാസം പെട്രോൾ ഡീസൽ പതിപ്പുകളും പുറത്തിറങ്ങിയിരുന്നു. കാറിനെക്കുറിച്ച് ഇത്രയേറെ പ്രതീക്ഷ ജനിക്കാൻ കാരണം ഇതിൻ്റെ SUV കൂപ്പെ മാതൃകയിലുള്ള ഡിസൈൻ തന്നെയാണ്. ഇന്ത്യക്കാർക്ക് അത്ര കണ്ട് സുപരിചിതമില്ലാത്തതിനാൽ തന്നെ ഈ കാറിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടൊപ്പം ആശങ്കയും ഉണ്ടായിരുന്നു. കർവ് ടാറ്റയുടെ ജിംനി ആയി മാറുമോ എന്ന് ഭയന്നവർ ഒത്തിരിയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ C സെഗ്മെന്റ് SUV വിഭാഗത്തിലേക്ക് വൈകിയാണ് പ്രവേശിച്ചത് എങ്കിലും ടാറ്റ കർവിന് ഇപ്പോൾ തരക്കേടില്ലാത്ത ഡിമാൻഡ് തന്നെയാണ് ഉള്ളത്. അടുത്തിടെ ഈയൊരു SUV കൂപ്പയുടെ വെയിറ്റിംഗ് പീരീഡിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. വാഹനം ബുക്ക് ചെയ്തത് മുതൽ ഡെലിവറി വരെ എത്ര സമയമെടുക്കുന്നു എന്നതിനെയാണ് ഈ കാലയളവ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം കർവിൻ്റെ പെട്രോൾ ഡീസൽ പതിപ്പുകളുടെ കാത്തിരിപ്പ് കാലയളവ് 3 മാസമായി ഉയർന്നു. അതേസമയം കർവ് EV വേണ്ടവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ കിട്ടുന്നതാണ്. ബജറ്റ് ഇലക്ട്രിക് SUV കൂപ്പയ്ക്ക് 1 മാസമാണ് കാത്തിരിപ്പ് കാലയളവ്. ആദ്യം നമുക്ക് കർവിൻ്റെ പെട്രോൾ ഡീസൽ വേരിയന്റുകളുടെ കാത്തിരിപ്പ് കാലയളവ് എത്ര എന്ന് വിശദമായി നോക്കാം. കർവിൻ്റെ എൻട്രി ലെവൽ പെട്രോൾ വേരിയന്റായ സ്മാർട്ടിൽ 1.2 ലിറ്റർ റെവോട്രോൺ ടർബോ പെട്രോൾ എഞ്ചിനാണ് തുടിപ്പിക്കുന്നത്. 118 bhp പവറും 170 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ മാനുവൽ ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. SUV കൂപ്പയുടെ സ്മാർട്ട് വേരിയന്റിന് 3 മാസത്തിലധികം കാത്തിരിപ്പുണ്ട് എന്നാണ് ഡീലർഷിപ്പ് വൃത്തങ്ങൾ പറയുന്നത്. മാനുവൽ ഗിയർ ബോക്സുമായി വരുന്ന പ്യോർ അക്കംപ്ലിഷ്ഡ് ട്രിമ്മുകൾ ബുക്ക് ചെയ്താൽ 2 മാസം കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതേസമയം ഈ വേരിയന്റുകൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വാങ്ങുന്നവർ 3 മാസം കാത്തിരിക്കാൻ തയ്യാറാകണം. കർവിലെ കൂടുതൽ കരുത്തുറ്റ 1.2 ലിറ്റർ TGDI ഹൈപ്പീരിയൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ ക്രിയേറ്റീവ് അക്കംപ്ലിഷ്ഡ് ട്രിമ്മുകളിൽ മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഈ ട്രിമ്മുകളുടെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് 3 മാസവും മാനുവൽ വേരിയന്റുകൾക്ക് 2 മാസവുമാണ് കാത്തിരിപ്പ് കാലയളവ് ഉള്ളത്. സ്മാർട്ട്, പ്യോർ, ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് എന്നിങ്ങനെ 4 ട്രിമ്മുകളിൽ കർവ് ഡീസൽ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമായാണ് വരുന്ന എൻട്രി ലെവൽ സ്മാർട്ട് വേരിയന്റ് ബുക്ക് ചെയ്താൽ 2 മാസം കൊണ്ട് ഡെലിവറി ഉണ്ടാകും. മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനിൽ വരുന്ന പ്യോർ, ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് വേരിയന്റുകൾ 1 മാസവും അല്പ ദിവസവും കൂടി കാത്തിരുന്നാൽ കയ്യിൽ കിട്ടുന്നതാണ്. കർവിൻ്റെ എല്ലാ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്കും ഏകദേശം 2 മാസമാണ് കാത്തിരിപ്പ് കാലയളവ് എന്ന് പറയുന്നത്. കർവ് EVയിലേക്ക് വന്നാൽ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ബേസ് വേരിയന്റുകൾക്ക് 40.5 kWh യൂണിറ്റും ടോപ്പ് വേരിയന്റുകൾക്ക് വലിയ 55 kWh യൂണിറ്റ് ബാറ്ററി പാക്കുമാണ് ലഭിക്കുക. ടാറ്റ കർവ് EVക്ക് നിലവിൽ ശക്തമായ ഡിമാൻഡ് നേരിടുന്നുണ്ട്. 4 ആഴ്ചയിലധികമാണ് ഇലക്ട്രിക് SUV കൂപ്പയുടെ കാത്തിരിപ്പ് കാലയളവ് വരുന്നത്. ഡിമാൻഡ് മുതലെടുത്ത് കൃത്യസമയത്ത് ഓർഡറുകൾ തീർപ്പാക്കാൻ ടാറ്റ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 9,99,000 രൂപ മുതലാണ് കർവിൻ്റെ വില തുടങ്ങുന്നത്. ബേസ് ഡീസൽ വേരിയന്റിന്റെ വില വരുന്നത് 11,50,000 രൂപ മുതലായിരുന്നു. ടോപ്പ് സ്പെക് ഡീസൽ വേരിയന്റിന് 19 ലക്ഷം രൂപയാണ് വില വരുന്നത്. അതേസമയം 17,49,000 രൂപ മുതലാണ് കർവ് EVയുടെ വില തുടങ്ങുന്നത്. റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് 21,99,000 രൂപ മുടക്കേണ്ടതായും ഉണ്ട്. എക്സ്ഷോറൂം വിലകളാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക.